ഹലോ ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓട്ടോമൊബൈൽ സിസ്റ്റത്തിലെ എമിഷൻ കൺട്രോൾ സിസ്റ്റമാണ്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ വർക്കിംഗ് ആണ്. കാറ്റലറ്റിക് കൺവേർട്ടർ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ പാർട്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാറ്റലറ്റിക് കൺവേർട്ടർ. പാസഞ്ചർ കാർസ് ആൻഡ് ലൈറ്റ് ട്രക്സ് ഹാവ് ബീൻ എക്യുപ്ഡ് വിത്ത് കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ്. ഇന്ന് നമുക്ക് കിട്ടുന്ന, നമ്മൾ ഓടിക്കുന്ന പാസഞ്ചർ കാറുകളിലും അതുപോലെ ലൈറ്റ് ട്രക്കുകളിലുമൊക്കെ കാറ്റലറ്റിക് കൺവേർട്ടർ ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ കാണുന്നൊരു ഫിഗർ കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ ഫിഗറാണ്. വലിയൊരു ഹെവി ട്രക്കിലുള്ള കാറ്റലറ്റിക് കൺവേർട്ടറാണ് ഈ കാണുന്നത്. A catalytic converter is located within the exhaust system and converts to convert harmful emissions as HC, CO, NOx produced by an internal combustion engine to less harmful elements H2O, CO2, N2. ഈ കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എക്സോസ്റ്റ് സിസ്റ്റത്തിൽ മഫ്ലറിന് മുന്നേ ആയിട്ടാണ് കാറ്റലറ്റിക് കൺവേർട്ടർ കൊടുക്കുക. എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് എമിഷൻ ഗ്യാസ്, ഈ ഗ്യാസ് ഇന്നലെ പഠിച്ച DPF, ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഡീസൽ പെർട്ടിക്കുലേറ്റ് ഫിൽറ്ററിലൂടെ കടന്ന് കാറ്റലറ്റിക് കൺവേർട്ടറിലൂടെ കടന്നിട്ടാണ് അത് മഫ്ലറിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടാണ് കാറ്റലറ്റിക് കൺവേർട്ടർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാറ്റലറ്റിക് കൺവേർട്ടർ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സോസ്റ്റ് ഗ്യാസിലുണ്ടാകുന്ന ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഈ മൂന്ന് ഹാംഫുൾ പൊല്യൂട്ടൻസ് ആണ് ഒരു എക്സോസ്റ്റ് ഗ്യാസിലുണ്ടാവുക. ഇത് മൂന്നും കൺവേർട്ട് ചെയ്യപ്പെടും. എന്നിട്ട് H2O വാട്ടർ ആവും, അതേപോലെ CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആക്കും, ദെൻ N2 നൈട്രജനും ആക്കിയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളപ്പെടും. അപ്പോൾ ഈ ഒരു കൺവേർഷൻ പ്രോസസ്സ് ചെയ്യുക എന്നതാണ് കാറ്റലറ്റിക് കൺവേർട്ടർ ചെയ്യുന്നത്. മോഡേൺ വെഹിക്കിൾസ് ആർ ഫിറ്റഡ് വിത്ത് 3-way കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ്, TWC. പുതിയ വെഹിക്കിളുകളിലൊക്കെ 3-way കാറ്റലറ്റിക് കൺവേർട്ടർ ആണ് ഉപയോഗിക്കുന്നത്. ദ ടേം 3-way ഇൻ റിലേഷൻ ടു ദി 3 റെഗുലേറ്റഡ് എമിഷൻസ് ദ കൺവേർട്ടർ ഈസ് ഡിസൈൻ ടു റെഡ്യൂസ്. അപ്പോൾ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് ഇവിടെ റെഗുലേഷൻ സംഭവിക്കുന്നത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഇവയെ 3 സ്റ്റെപ്പുകളാക്കിയിട്ട് 3 വഴികളിലൂടെയാണ് ഇതിനെ നമുക്ക് റെഗുലേഷൻ സാധ്യമാക്കുന്നത്. ആ 3 വഴികൾ ഏതൊക്കെയാണ് ഉള്ളത് ഇവിടെ താഴെ പറയുന്നുണ്ട്. അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ആർ ഓക്സിഡൈസ്ഡ് ഇൻ ടു വാട്ടർ ഓർ സ്റ്റീം. അപ്പോൾ അൺബേൺഡ് ആയിട്ടുള്ള HC ഹൈഡ്രോ കാർബൺസ് ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് വെള്ളമോ അല്ലെങ്കിൽ സ്റ്റീമോ ആക്കി മാറ്റുന്നു. അത് കാറ്റലറ്റിക് കൺവേർട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. 3-way കാറ്റലറ്റിക് കൺവേർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ വർക്ക്. രണ്ടാമത്തത്, കാർബൺ മോണോക്സൈഡ് ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. ഇത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലൂടെയുള്ള ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുകയും പെട്ടെന്ന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഗ്യാസാണ് കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡിനെ ഓക്സിഡൈസ് ചെയ്ത്, കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CO ഓക്സിഡൈസ് ചെയ്ത് CO2 ആക്കി മാറ്റുക, കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് കാറ്റലറ്റിക് കൺവേർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം. മൂന്നാമതായി ചെയ്യുന്നത്, ഓക്സിഡൈസ് ആർ കൺവേർട്ടഡ് ഇൻ ടു നൈട്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ നൈട്രജൻ ഓക്സൈഡ്സ് അവിടെ വരുന്നുണ്ട്. ഈ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്നത് ഹാംഫുൾ ആണ്, അത് പൊല്യൂട്ടൻ്റ് ആണ്, എയറിനെ പൊല്യൂഷൻ സംഭവിക്കാൻ കാരണമാക്കും. ഈ നൈട്രജൻ ഓക്സൈഡ്സിനെ നൈട്രജനും ഓക്സിജനും രണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നു എന്നുള്ളതും കാറ്റലറ്റിക് കൺവേർട്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ്. The converter uses 2 different types of catalyst to reduce the pollutant. അപ്പോൾ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റ് ആണ് ഒരു കാറ്റലറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് റിഡക്ഷൻ കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിൻ്റെ പേരാണ് റിഡക്ഷൻ കാറ്റലിസ്റ്റ്. ആൻഡ് ആൻ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ്, രണ്ടാമത്തതാണ് ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ്. 2 കാറ്റലിസ്റ്റാണ് ഉപയോഗിക്കുന്നത്, ഒന്ന് റിഡക്ഷൻ കാറ്റലിസ്റ്റും മറ്റൊന്ന് ഓക്സിഡേഷൻ കാറ്റലിസ്റ്റും. എ ഹണി കോംബ് സ്ട്രക്ചർ as either ceramic or metallic is treated within a wash coat or of precious metals, usually platinum, palladium and rhodium, through which the exhaust gases flow.
അപ്പോൾ ഈ ഹണി കോംബ് സ്ട്രക്ചറിലാണ് ഒരു കാറ്റലറ്റിക് കൺവെർട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഹണി കോംബ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലൂടെയാണ് എക്സോസ്റ്റ് ഗ്യാസിനെ കടത്തിവിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കൂടെ കടത്തി വിടുമ്പോൾ 3 പ്രിഷ്യസ് മെറ്റൽസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. ആ 3 പ്രിഷ്യസ് മെറ്റൽസിൻ്റെ പേരാണ്, ഒന്ന് പ്ലാറ്റിനം, രണ്ടാമത്തേത് പലേഡിയം, മൂന്നാമത്തേത് റോഡിയം. ഈ 3 മെറ്റൽസിനും അതിൻ്റേതായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ വിശദീകരിക്കുന്നുണ്ട്. The surface of the honeycomb metal has a rough finish such that it allows the maximum contact are available to the exhaust gas. അപ്പോൾ ഈ ഒരു ഹണി കോംബ് മെറ്റീരിയലിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് വളരെ റഫായിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഡിസൈൻ ചെയ്തത് കാരണം എക്സോസ്റ്റ് ഗ്യാസിന് മാക്സിമം കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ മാക്സിമം കോണ്ടാക്റ്റ് കിട്ടുന്നതിലൂടെ മാക്സിമം പൊല്യൂട്ടൻസിനെ വലിച്ചെടുക്കാനും അതേപോലെ കൺവേർട്ട് ചെയ്യാനും സാധിക്കുന്നു. The exhaust gases first pass over the reduction catalyst in the converter. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണ് കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ വർക്കിംഗ്. ആദ്യം എക്സോസ്റ്റ് ഗ്യാസ് പാസ് ചെയ്യുന്നത് റിഡക്ഷൻ കാറ്റലിസ്റ്റിൽ കൂടെയാണ്. The platinum and rhodium coating helps to reduce the oxides of nitrogen together known as NOx emissions. അപ്പോൾ ഇവിടെ പ്ലാറ്റിനവും റോഡിയം കോട്ടിങ്ങും ചെയ്യുന്നത് ഓക്സൈഡ്സ്, നൈട്രജൻ ഓക്സൈഡ്സിനെ കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ NOxനെ കുറയ്ക്കുക എന്നുള്ളതാണ് പ്ലാറ്റിനവും റോഡിയവും ചെയ്യുന്നത്. The three-way catalyst which is responsible for performing the actual feed gas conversion formed by coating the internal substrate with the following type materials. അപ്പോൾ താഴെ പറയുന്ന ഒരു 3 ടൈപ്പ് മെറ്റീരിയൽസ് ഈ എക്സോസ്റ്റ് ഗ്യാസ് അതിൻ്റെ മുകളിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള പൊല്യൂട്ടൻസ് വലിച്ചെടുക്കുന്ന ആ 3 മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. നേരത്തെ പറഞ്ഞ തന്നെയാണ് പ്ലാറ്റിനം ഓർ പലേഡിയം. പ്ലാറ്റിനം ഓർ പലേഡിയം ചെയ്യുന്നത് ഓക്സിഡൈസിങ് കാറ്റലിസ്റ്റ് ഫോർ HC ആൻഡ് CO. പ്ലാറ്റിനം പലേഡിയം പോലുള്ള മെറ്റീരിയൽസ് ചെയ്യുന്നത് ഓക്സിഡൈസിങ് കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഹൈഡ്രോ കാർബൺസിനെയും അതേപോലെ കാർബൺ മോണോക്സൈഡിനെയും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റിനം ഓർ പലേഡിയം മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് റോഡിയം റെഡ്യൂസിങ് കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഫോർ NOx. നൈട്രജൻ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോഡിയം ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേത് സെറിയം ചെയ്യുന്നത് പ്രൊമോട്ട്സ് ഓക്സിജൻ സ്റ്റോറേജ് ടു ഇംപ്രൂവ് ഓക്സിഡേഷൻ എഫിഷ്യൻസി. അവിടെയുള്ള ഒരു ഓക്സിജൻ്റെ കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓക്സിജൻ സ്റ്റോറേജ് ഇംപ്രൂവ് ചെയ്യിച്ചിട്ട് ഓക്സിഡേഷൻ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് സെറിയം ചെയ്യുന്നത്. ഇത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അഥവാ ECU, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ECU. മോണിറ്റേഴ്സ് ദ എയർ ഫ്യൂൽ റേഷ്യോ ബൈ യൂസിങ് ആൻ എക്സോസ്റ്റ് ഗ്യാസ് ഓക്സിജൻ സെൻസർ, EGO സെൻസർ അല്ലെങ്കിൽ ലാംഡ സെൻസർ എന്നൊക്കെ അതിന് പേരുണ്ട്. ഈ ലാംഡ സെൻസറിൽ നിന്നും എക്സോസ്റ്റ് ഗ്യാസ് ഓക്സിജൻ ECU മോണിറ്റർ ചെയ്യും. ദി sensor tells the engine computer how much oxygen is in the exhaust and uses this information via the ECU to control the fuel injection system. അപ്പോൾ എത്ര കണ്ട് എക്സോസ്റ്റിൻ്റെ ഭാഗത്ത് ഓക്സിജൻ ഉണ്ട് ആ ഓക്സിജൻ അനുസരിച്ചിട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ECU ശ്രമിക്കും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വർക്കിംഗ് കിടക്കുന്നത് ആദ്യം മുതൽ തന്നെയാണ്. ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയം മുതലേ കാറ്റലറ്റിക് കൺവേർട്ടറിൽ നിന്നുള്ള ഡാറ്റാസ് എടുക്കുന്നുണ്ട്. കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ മുന്നിലും അതേപോലെ ശേഷവും ലാംഡ സെൻസറുകളുണ്ട്. അവിടെയുള്ള പ്രഷർ ഡിഫറൻസ് അതേപോലെ ഓക്സിജനിൽ വരുന്ന ഡിഫറൻസ് എല്ലാം സെൻസ് ചെയ്ത് ECU അതിൽ നിന്നുള്ള ഡാറ്റാസ് എടുത്തിട്ടാണ് അവിടെ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിലുള്ള വാഹനത്തിൻ്റെ പല ഘട്ടങ്ങളിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ സ്പീഡിൽ ഓടിക്കുന്ന സമയം ഉണ്ടാവും, മെല്ലെ ഓടിക്കുന്ന സമയം ഉണ്ടാവും, ഹൈ ലോഡുള്ള സമയം ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ വണ്ടിയുടെ ആ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് പല സമയത്തും പല രീതിയിലായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷനിൽ തന്നെ ഈ ഒരു കാറ്റലറ്റിക് കൺവേർട്ടറിലേക്കുള്ള എൻട്രി ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. The ECU can increase or decrease the amount of oxygen in the exhaust by adjusting the air fuel ratio. ECU ചെയ്യുന്നത് ഓക്സിജൻ കണ്ടൻറ്റ്, എക്സോസ്റ്റ് ഗ്യാസിലുള്ള ഓക്സിജൻ കണ്ടൻറ്റ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതാണ്. അത് സാധ്യമാകുന്നത് എയർ ഫ്യൂവൽ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ ഈ ഒരു സെൻസറിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് എയർ ഫ്യൂവൽ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
The system ensures that the engine runs at close to the sociometric point in normal driving conditions. അപ്പോൾ ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻജിൻ വർക്ക് ചെയ്യുന്നത് സോഷ്യോമെട്രിക് പോയിന്റിലാണോ, സോഷ്യോമെട്രിക് റേഷ്യോയിലാണോ എന്നുള്ളതാണ്. സോഷ്യോമെട്രിക് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോയിലാണോ ഈ ഒരു എൻജിൻ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു കറക്റ്റ് സോഷ്യോമെട്രിക് റേഷ്യോയിൽ വർക്ക് ചെയ്താലാണ് കറക്റ്റ് ബൈ പ്രൊഡക്ട്സ് ഇതേപോലെയുള്ള വാട്ടർ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ എന്നുള്ള നമുക്ക് പൊല്യൂട്ടൻസ് അല്ലാത്ത കാര്യങ്ങൾ എൻജിനിൽ നിന്നും പുറത്തേക്ക് കിട്ടുള്ളൂ. സോഷ്യോമെട്രിക് റേഷ്യോയിൽ അവിടെ ഒരു കമ്പഷൻ നടന്നാൽ മാത്രമേ പെർഫെക്റ്റ് എൻജിൻ കമ്പഷനായിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. ഇറ്റ് ഓൾസോ എൻഷ്യൂർസ് ദാറ്റ് there is always sufficient oxygen in the exhaust system to allow the oxidation catalyst to deal with the unburned hydrocarbons and carbon monoxide. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉറപ്പുവരുത്തുന്നത് എപ്പോഴും നമ്മുടെ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റിന് വർക്ക് ചെയ്യിക്കാനുള്ള ഓക്സിജൻ കണ്ടൻറ്റ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എയർ ഫ്യൂൽ റേഷ്യോ കൺട്രോൾ ചെയ്യുന്നതിലൂടെ കാറ്റലറ്റിക് കൺവേർട്ടറിലെ ഓക്സിജൻ കണ്ടൻ്റ് ആണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഓക്സിജൻ കണ്ടൻറ്റ് കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഹൈഡ്രോ കാർബൺസ്, അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്, അതേപോലെ കാർബൺ മോണോക്സൈഡ് ഓക്സിഡൈസേഷൻ കാറ്റലിസ്റ്റിന് വർക്ക് ചെയ്യാൻ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ECU ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ ഫിഗർ. ഇവിടെ നോക്കാം. എക്സോസ്റ്റ് ഗ്യാസ് എൻ്റർ ചെയ്യുകയാണ്. എക്സോസ്റ്റ് ഗ്യാസ് എൻ്റർ ചെയ്യുമ്പോൾ അതിലുള്ള കണ്ടൻസ് ഒന്ന് HC ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഇവ മൂന്നും പൊല്യൂട്ടൻസ് ആണ്. ദെൻ ഇതിൻ്റെ പുറംഭാഗം നോക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ ബോഡി. ദെൻ ഇവിടെ ഒരു ഓക്സിജൻ സെൻസർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അപ്പുറത്തും ഉണ്ടാവും ഒരു ഓക്സിജൻ സെൻസർ പ്ലഗ്. ദെൻ ഒരു ഹീറ്റ് ഷീൽഡ്, അതിനെ കവർ ചെയ്തുകൊണ്ടൊരു ഹീറ്റ് ഷീൽഡ് ഉണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കാണുന്നത് റിഡക്ഷൻ കാറ്റലിസ്റ്റ് ടു എലിമിനേറ്റ് NOx-നെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി റിഡക്ഷൻ കാറ്റലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം സെൻട്രലായിട്ട് സെറിയം ആൻഡ് സെറാമിക് ഹണി കോംബ് കാറ്റലിസ്റ്റ് സ്ട്രക്ചർ, അതാണ് സെൻട്രൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് ആണ് ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ടു എലിമിനേറ്റ് കാർബൺ മോണോക്സൈഡ് ആൻഡ് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിനെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വേ ആയി, 3 വേയിലൂടെയാണ് ഇവിടെ കൺവേർഷൻ സാധ്യമാകുന്നത്. ഇവിടെ സംഭവിക്കുന്ന സെൻറ്ററിൽ ഈ ഒരു ഹണി കോംബ് കാറ്റലിസ്റ്റ് സ്ട്രക്ചറിൽ സംഭവിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കാറ്റലറ്റിക് ആക്റ്റീവ് മെറ്റീരിയൽ. അതിലുള്ളത് അലുമിന ഓക്സൈഡ് ഉണ്ട്, സെറം ഓക്സൈഡ് ഉണ്ട്, അതേപോലെ എർത്ത് സ്റ്റെബിലൈസേഷൻ മെറ്റൽസ് ഉണ്ട്. പിന്നെ അതിനെ ഒന്നും കൂടി എൻലാർജ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന റിയാക്ഷനുകൾ കാണുന്നുണ്ട് നമുക്ക്. കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ ഹാഫ് O2 വന്നു കഴിയുമ്പോൾ അവിടെ CO2 വരുന്നു, അപ്പോൾ കാർബൺ മോണോക്സൈഡ് ആയിട്ട് വരുന്നു. ദെൻ H4CO2 ഹൈഡ്രജൻ്റെ 4 മോളിക്യൂൾ, കാർബണിൻ്റെ 2 മോളിക്യൂളും, അതേപോലെ 3 O2 കൂടിയും ചേർന്ന് കഴിയുമ്പോൾ അവിടെ 2 CO2 + 2 H2O, 2 കാർബൺ ഡൈ ഓക്സൈഡും 2 വാട്ടറും ഉണ്ടാകുന്നു. ദെൻ കാർബൺ മോണോക്സൈഡും അതേപോലെ നൈട്രജൻ ഓക്സൈഡും കൂടി റിയാക്ഷൻ സംഭവിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനുമായി മാറുന്നു. അപ്പോൾ ടോട്ടൽ പുറത്തേക്ക് വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ടൈൽ പൈപ്പ് എമിഷൻസിലേക്ക് വരുന്നത് H2O വാട്ടറായിട്ടും, അതേപോലെ CO2 കാർബൺ ഡൈ ഓക്സൈഡായിട്ടും, N2 നൈട്രജനുമായിട്ടും, ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഹാംഫുൾ അല്ലാത്ത വാതകങ്ങളായിട്ടാണ് ഒരു എക്സോസ്റ്റ് ഗ്യാസിൽ കൂടെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാക്കി കൺവേർട്ട് ചെയ്യാൻ കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ സഹായത്തോടെ സാധിക്കുന്നുള്ളതാണ്. H2O വാട്ടർ ഒരിക്കലും നമുക്ക് ഹാംഫുൾ അല്ല. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഹാംഫുൾ അല്ല, പക്ഷേ അത് ഗ്രീൻ ഹൗസ് വാതകങ്ങളിൽ പെട്ടതാണ്, ഹരിതഗൃഹ വാതകങ്ങളിൽ പെട്ടതാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള താപനിലയ്ക്ക് വ്യത്യാസം വരും, അതേപോലെ പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നതെങ്കിലും ഡയറക്റ്റ് ഒരു ഹ്യൂമൻ ബോഡിക്ക് ഹാംഫുൾ അല്ല. അതുകൊണ്ട് CO2ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ദെൻ N2 നൈട്രജൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ചുറ്റുമുള്ള എയറിലെ 78% നൈട്രജൻ ആണ്. ദെൻ ബാക്കിയുള്ള വളരെ കുറഞ്ഞൊരു എമൗണ്ട് ഓക്സിജനുള്ളൂ, ബാക്കി അതർ ഗ്യാസസ് ഉള്ളൂ. അതുകൊണ്ട് നൈട്രജൻ ഒട്ടും നമുക്ക് എമിഷൻസ് തരുന്നില്ല, അത് എക്കോ ഫ്രണ്ട്ലി ആണ്. ദെൻ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് in which the output has an effect on the input quantity in such a manner that the input quantity will adjust itself based on the output generated is called
ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഇൻപുട്ട് കിട്ടുകയാണ്. ഈ ഇൻപുട്ട് ഒരു കൺട്രോളിൽ കൂടെ പാസ് ചെയ്യുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്നു, ദെൻ പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഒരു ഫീഡ്ബാക്ക് സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്ത് വീണ്ടും ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം വർക്കിംഗ് ആവുകയാണ്. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളാണ്. ട്രാഫിക് സിഗ്നൽസിൽ ഇന്ന് നമ്മൾ വാഹനങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്ത് നിർത്തുന്ന അവസ്ഥ വരുന്നുണ്ട്. ഒരു 60 സെക്കൻഡ് 120 സെക്കൻഡൊക്കെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തലുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഒരു വാഹനം പോലും ഇല്ലാത്ത സമയത്തും നമുക്ക് അവിടെ വാഹനം പാർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മുടെ മുന്നിലൂടെ ക്രോസായി പാസ് ചെയ്യാൻ ഒറ്റ വാഹനമില്ലെങ്കിലും റെഡ് ലൈറ്റ് കാണുമ്പോൾ നിർത്തിയിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും ഒരിക്കലെങ്കിലും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അതിൽ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഇല്ലാത്തൊരവസ്ഥയാണ്. നേരെ അതിൽ സെറ്റ് വെച്ചിരിക്കുന്ന ടൈം വരുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ലൈറ്റ് കത്തുന്നു, അതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. പക്ഷേ ഫീഡ്ബാക്ക് വരുമ്പോൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എത്ര വാഹനങ്ങളുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് ഈ ഫീഡ്ബാക്ക് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് സമയം കുറയ്ക്കപ്പെടുന്നു. അപ്പോൾ അതിൽ ഒരു 2 വാഹനങ്ങളാണെങ്കിൽ ആ വാഹനം പോയി കഴിഞ്ഞ ഉടനെ തന്നെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആവുന്നു. ഈസി ആയിട്ട് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഏതൊരു സിസ്റ്റത്തെയും നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം എന്നുള്ളത്. സ്വയം മനസ്സിലാക്കിയിട്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സിസ്റ്റം, അതാണ് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ.